ഹലോ ഫ്രണ്ട്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പം വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആക്സിൽ പറഞ്ഞു ആക്സിലിന് തോട്ടിൽ പോകണം, നടക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആണെങ്കിൽ അവന് ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. എവിടെയെങ്കിലും നടക്കാനോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അവന് പോയാൽ മതി. അവൻ എപ്പോഴും പറയും എവിടെയെങ്കിലും പോവാന്ന് പറയും. അപ്പം അവനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നാൾ നമ്മൾ കണ്ട ആ തോട്ടിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷെ തോട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആശാൻ ഇവിടുന്ന് തന്നെ ചെരുപ്പൊക്കെ ഇട്ട് ചാടി ഇറങ്ങിയേക്കുവാണ്. ആരും പിടിക്കുമൊന്നും വേണ്ട, അവൻ തന്നെ ഇറങ്ങി ഓടുവാണ്. അപ്പോൾ തോട്ടിലോട്ടൊന്നും പോകുന്നില്ല, കാരണം അവിടെയൊക്കെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുവാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഭയങ്കര കാടൊക്കെ മൂടി അങ്ങോട്ട് പോകാൻ പോലും പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഇവനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു മഴയില്ലാത്ത സമയമാണ്, കാരണം മഴയൊക്കെ കുറച്ച് കുറഞ്ഞ സമയമാണല്ലോ. അപ്പം അങ്ങനെ താഴോട്ടൊക്കെ ഒന്ന് പോയി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ താഴെയൊക്കെ ജോണൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇവൻ എവിടെയെങ്കിലും ഒന്ന് നടന്ന് ഒന്ന് കറങ്ങി വന്നാൽ മതി, അവൻ ഹാപ്പിയാകും. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് താഴോട്ടൊക്കെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇവനെ ആ ഒരു തോടിൽ ഇറക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ പള്ളീൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും തോട്ടിലേക്ക്. അവിടെ ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ കാണാൻ പറ്റും തോട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ടുപോയിട്ട് തോടൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആക്സലാണെങ്കിൽ ആര് പിടിക്കുമൊന്നും വേണ്ട, അവൻ തന്നെ ഇറങ്ങി അങ്ങോട്ട് ഓടുവാണ്. ഭയങ്കര ആവേശം മൂത്തിട്ട് അവന് തോട്ടിൽ പോകുക എന്നുള്ള ഒരു സന്തോഷത്തിൽ കല്ലൊക്കെ തോട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ വീട്ടിൽ നിന്ന് പെറുക്കിക്കൊണ്ട് പോന്നേക്കുവാണ് തോട്ടിൽ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അവൻ പണ്ടേ ഉള്ളതാണ്, അവന് കല്ലും ഇലയും ഒക്കെ പെറുക്കിക്കൊണ്ടാണ് വീട്ടിൽ നിന്നേ പോകുന്നത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ കയ്യിലാണെങ്കിൽ കൊള്ളുന്നില്ല. അവൻ ഒരെണ്ണം നല്ല കല്ല് കിട്ടുമ്പോൾ പഴയ നേരത്തെ എടുത്ത കല്ല് കളഞ്ഞിട്ട് അതുപോലത്തെ നല്ല കല്ല് എടുക്കും. പിന്നെ അതിനെക്കാട്ടി നല്ല വലിയ കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കും. അങ്ങനെ കല്ല് ശേഖരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്തി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയേക്കാണ്. ജോണൊക്കെ സ്കൂൾ വിട്ട് വന്നോന്നൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവരെയൊക്കെ കാണിച്ച് കുറച്ച് അവരുടെ കൂടെ കുറച്ച് ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും കളിച്ചാൽ ഇവൻ ഭയങ്കര ഹാപ്പിയാകും. അപ്പം അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഇനി നടന്ന് പള്ളീൻ്റെ സൈഡിലേക്ക് പോകണം. അവിടെയും എനിക്ക് തോന്നുന്നു ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, കാരണം അവിടെ ഇങ്ങനെ കാടൊക്കെ കയറി കിടക്കുവാണോ എന്നറിയത്തില്ല. ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ വീഗാലാൻഡിൽ പോയ പോലെയാകും, നിരങ്ങി അങ്ങ് പോകും. തെന്നുന്ന സ്ഥലമാണ്. അപ്പോൾ ആക്സിൽ നേരെ നമ്മൾ തോട്ടിലേക്ക് പോകുന്ന വഴീൻ്റെ അവിടെ ചെന്നിട്ട് വാ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ ഭയങ്കര കാടാണ്. അന്നേരത്തിന് ആക്സിലിന് വിഷമമായി, ആക്സിലിന് ദേഷ്യമൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. ഞാൻ പറഞ്ഞു അവിടെയല്ല, നമുക്ക് പള്ളീൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ട്, അതിലെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ വശീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവൻ അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി തോട്ടിൽ എന്നുള്ളൊരു രീതിയിലാണ് ആക്സിലുള്ളത്. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഒരു സ്ഥലം അങ്ങോട്ടേക്ക് നോക്കി വെച്ച് പിടിക്കുവാണ്. അപ്പോൾ ആക്സിൽ ആരും വേണ്ട, അവൻ്റെ കയ്യിലും പിടിക്കേണ്ട, അവൻ തന്നെയാണെങ്കിൽ നടക്കുവാണ് നല്ല സ്പീഡിൽ. അല്ലെങ്കിൽ അവന് കയ്യിൽ പിടിക്കണം, എടുക്കണം, ഭയങ്കര വാശികളൊക്കെയാണ്. ഇപ്പോൾ അവനൊന്നും വേണ്ട, ആരും പിടിക്കുകയോ വേണ്ട, അവൻ തന്നെ നടക്കുവാണ്, അവനൊരു പേടിയില്ല താൻ. അപ്പം നമ്മൾ പള്ളി കുർബാന നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. അപ്പോൾ പള്ളീൻ്റെ നേരെ ഫ്രണ്ട് വശത്തായിട്ടാണ് തോട് പോകുന്നത് കേട്ടോ. റോഡിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് തോടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുവാണ്. ഇന്നാൾ വെള്ളം പൊങ്ങിയ സമയത്ത് ഇവിടെയൊക്കെ ഞാൻ കാണിച്ചായിരുന്നു, ഇവിടെ വെള്ളം പൊങ്ങിയേക്കുന്നതൊക്കെ. അപ്പം ആക്സിൽ ഭയങ്കര ആകാംക്ഷയോടെ നോക്കുവാണ്, തോടെവിടെ കാണുന്നില്ലല്ലോ. അവൻ പറയണ തോടെന്തി. അപ്പോൾ കാട് കയറിയേക്കുന്നതാണ്, തോടൊന്നും കാണുന്നതുമില്ല കണ്ടോ. അപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇന്നാൾ വെള്ളം പൊങ്ങിയപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിലും കാടാണ് ഭയങ്കരം, അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആക്സിൽ പറഞ്ഞ തോട് കാണുന്നില്ല, വെള്ളം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്സിൽ ഭയങ്കര ഇതായി, തോട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഒരു വരളിയുണ്ട്, അപ്പോൾ വരളിയിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ ആതെങ്കിൽ അത് അവനത് പറഞ്ഞ് ഞാൻ അവനെ ഭയങ്കരമായിട്ട് അനുനയിപ്പിച്ച് വരളിയുണ്ട്, നമുക്ക് വരളി വെള്ളത്തിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവനാണെങ്കിൽ ക്ഷമ നശിച്ചു, ഇനി എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത്. അപ്പം ജോണിൻ്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പം അവിടെ അവരാരും ഇല്ലെന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്നേരമാണ് നമ്മുടെ ജോണും അവരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന വഴി. അവർ സ്കൂൾ വിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരോടൊക്കെ കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് ആക്സിൽ നേരെ വർത്തമാനം പറയാൻ താല്പര്യമില്ല, അവൻ വരളയിലേക്ക് പോകുകയാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വരളിയിലെത്തി കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ഇവിടെയും വെള്ളമില്ലെങ്കിൽ ആക്സലിൻ്റെ സ്വഭാവം മാറുക. കാരണം കുറേ വട്ടം അവനെ നമ്മൾ പറ്റിച്ചിട്ടാണ് ഇവിടെ വരളി പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഭാഗ്യത്തിന് എന്തായാലും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് മഴയൊന്നും പെയ്യുന്നില്ലായിരുന്നു, കുറച്ച് വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഉറവ വെള്ളം വരുന്നതാണിത്. ഉറവ് പൊട്ടിയിട്ട് അങ്ങനെ മഴ നല്ലോണം പെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് പറ്റിപ്പോയായിരിക്കുന്നു ഞാനിന്ന് സംശയിച്ചു. എന്നാലും ഭാഗ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ആക്സിൽ ഭയങ്കര ഹാപ്പി. അവന് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാനവനെ ഇറക്കി നിർത്തി. ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഈ തെന്നുന്ന പോലെ തോന്നുന്നുണ്ട്, ഇങ്ങനെ പായലൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ. പക്ഷേ അവിടെ പായലൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തെന്നുന്നൊന്നുമില്ല. ഞാൻ ആദ്യം ഇറങ്ങി നിന്ന് നോക്കിയിട്ടാണ് ആക്സിലിന് ഇറക്കിയത് കേട്ടോ. അവൻ ഇറങ്ങണം എന്ന് ഒരേ വാശി. അപ്പം ഞാൻ വിചാരിച്ചു പിള്ളേരല്ലേ വെള്ളത്തിലൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് അവൻ ഇന്നേവരെ കളിച്ചിട്ടില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ നമ്മളും പണ്ട് ഞാനും ചെറുപ്പത്തിലൊക്കെ കുറേ കളിച്ചിട്ടൊക്കെ ഉള്ളതാണ് വെള്ളത്തിൽ. അപ്പോൾ ഇതേ സ്ഥലത്ത് ഞാൻ എന്തോരം കളിച്ചേക്കുന്നു. എൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ ഇവിടെ കളിച്ച് വളർന്നതാണ് ഈ വിരളി എന്ന് പറയുന്ന സംഭവം. ഇത് ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രം. കാരണം വെള്ളം റോട്ടിലേക്ക് കയറുന്നുണ്ട്, കുറച്ച് പൊക്കി ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. ഇതിലൂടെയൊക്കെ എപ്പോഴും നമ്മൾ സ്കൂൾ വിട്ട് വന്ന് കുളിക്കുക, അലക്കുക, കളിക്കുക, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. ഭയങ്കര ഓർമ്മകൾ നൊസ്റ്റാൾജിയൊക്കെയുള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ ആക്സിലാണെങ്കിൽ പതിവ് പോലെ കല്ലെടുത്ത് ഇതിനകത്തോട്ട് ഇടുക, ഇലയിടുക, ഇല പെറുക്കുക, കല്ല് പെറുക്കി എറിയുക, ഇത് തന്നെ. ഇവന് ഒരു മടുപ്പുമില്ല കേട്ടോ. ഇവന് 1 മണിക്കൂറല്ല 2 മണിക്കൂറല്ല ഒരു ദിവസം അവിടെ നിർത്തിയാൽ ഇവനത് അവിടെ നിന്ന് ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവനൊരു മടുപ്പുമില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് ഇൻട്രസ്റ്റാണ് ഇതൊക്കെ. അപ്പം ഞാൻ കുറേ നേരമായി ഇവനിവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു മതി, വാ വീട്ടിൽ പോയി, രാത്രിയാകാറായി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു കേട്ട ഭാവമില്ല. അവൻ എന്ത് ചെയ്താൽ വരുന്നുമില്ല, കല്ല് പെറുക്കൽ നിർത്തുന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അവൻ ഇനിയും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അപ്പം ഞാൻ പറഞ്ഞു ഇനി മേളിലൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോകാമെന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, അവന് ഭയങ്കര ഹാപ്പിയാവും. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് അവിടെ ഇരിക്കുവാണ് കേട്ടോ. ഇവിടെ കാണാൻ വേണ്ടി തന്നെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്തത് കൊണ്ടുള്ളൊരു പച്ചപ്പും ഒക്കെ വെള്ളമൊക്കെ ഒഴുകുന്നതാണ്, അടിപൊളിയാണ്. അപ്പം അവനിങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുകയാണ്. അവൻ്റെ സംശയങ്ങൾ പിള്ളേരല്ലേ, അവന് അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അമ്മേൻ്റെ കാലിലെന്താ വെള്ളം തട്ടുന്നേ, അതെന്താ അങ്ങനെ തട്ടുന്നേ, ഇങ്ങനെ തട്ടുന്നേ, ഭയങ്കര സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്കില്ല. അതുപോലത്തെ ഡൗട്ടുകളായിരിക്കുമല്ലോ പിള്ളേർ ചോദിക്കുന്നത്. അവർക്കെല്ലാം സംശയങ്ങളാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പോൾ അവനതൊക്കെ ചോദിച്ച് ഞാൻ ഉത്തരം മുട്ടി. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ കുറച്ച് അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് റോട്ടിൽ കൂടെ കുറേ പേര് പോകുന്നു. അപ്പോൾ അവരോടൊക്കെ ഇവൻ വർത്താനം പറയുന്നു. ഭയങ്കര ഹാപ്പിയായി പുള്ളിക്കാരൻ. അപ്പോൾ നല്ല രസമാണ് കാരണം അങ്ങൊക്കെ ഇതങ്ങ് മേളിൽ നിന്ന് വരുന്നതാട്ടോ. ഒരു ഉറവ ഇങ്ങനെ മഴ ഭയങ്കരമായിട്ട് പെയ്യുമ്പോൾ ഇങ്ങനെ ഉറവ ഇങ്ങനെ പൊട്ടി വരുന്ന വെള്ളമാണ് ഇത്. നല്ല അടിപൊളി വെള്ളമാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പായലൊക്കെ ഉള്ളതായിട്ട് തോന്നും. പക്ഷെ ഞാൻ ഇറങ്ങി നോക്കി പായലൊന്നും ഇല്ല, അതിങ്ങനെ വെള്ളം ഒഴുകുന്നതുകൊണ്ട് ഒരു പായലിൻ്റെ കളറായിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇതായിട്ട് മേളിൽ നിന്നൊരു പട്ടി ഓടി വരുന്നുണ്ട്. ആക്സിൽ ഭയങ്കര പേടിച്ചു ഈ പട്ടീനെ കണ്ടിട്ട്. കാരണം എൻ്റെ കസിൻ, അതായത് ജോണിൻ്റെ അനിയനെ ഇവിടെ പട്ടിയാണെങ്കിൽ 2-3 5-8 പട്ടികൾ കൂടി ചേർന്ന് കടിച്ച് ഭയങ്കര സീരിയസ് ആയി, ഭയങ്കര പ്രശ്നമായിരുന്നു അത്. കാരണം ഇതിലെക്കൂടെ ഇങ്ങനെ പട്ടികളൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നൊക്കെയുണ്ട്. ഭയങ്കര അത് 8-10 എന്നല്ല 10-15 പട്ടികളൊക്കെ ഇങ്ങനെ ഇവിടെ ഇതിലെക്കൂടെ സ്വൈര വിഹാരമാണ്. അങ്ങനെ ഒരു ദിവസം അവൻ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഇവൻ കുറച്ച് നേരത്തെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് പള്ളി കഴിയുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങി. അന്നേരത്തേന് ഇവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ പട്ടികളെല്ലാം കൂടി കടിച്ച് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂടിയതുകൊണ്ട് അവനെ നമുക്ക് പെട്ടെന്ന് അധികം ഇതില്ലാണ്ട് രക്ഷിക്കാൻ പറ്റി. എന്നാലും ഭയങ്കരമായിട്ട് മുറിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സീനുള്ളതുകൊണ്ട് ഇവിടെ എല്ലാവരും ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിള്ളേരെ ഒന്നും പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പട്ടീനെ കണ്ടപ്പോഴത്തേനും ആക്സിൽ ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ, ഞാനും. പക്ഷെ പട്ടിയിലെ കൂടെ ഓടിപ്പോയി. അത് അപ്പോൾ അങ്ങനെ പിന്നെ എന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞ് 6 മണി ആകാറായി കേട്ടോ. അപ്പോൾ ആക്സിലിനോട് ഞാൻ പറഞ്ഞു, എടാ 6 മണിയാകാൻ രാത്രി ആകാറായി, നീ വേഗം വാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്താൽ കേൾക്കുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര ചെരുപ്പ് കഴുകലും കാല് കഴുകലും വെള്ളം തിളപ്പിക്കലൊക്കെയാണ്. ആദ്യം അവനൊരു ചെറിയ പേടിയായിരുന്നു ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അവൻ
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവൻ അതിനകത്ത് വെള്ളത്തിൽ കളിക്കലായി, ചെരുപ്പ് കഴുകലായി, കുളിക്കാൻ പോവുകയാണോ, വെള്ളം എടുത്ത് തെറിപ്പിക്കുവാണ്, ഭയങ്കര ചാടാനും മറിയാനൊക്കെ തുടങ്ങി. ഈ ഒരു സമയത്ത് പള്ളി കഴിഞ്ഞ് കുറേ പേര് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞു, ചിരിയും കളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി. സമയം പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവൻ എന്ത് ചെയ്തിട്ടും വരുന്നില്ല. ഞാൻ കുറേ ഫോട്ടോയൊക്കെ എടുത്ത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവർ പച്ച വെള്ളത്തിലൊക്കെ നിന്നിട്ട് നല്ല രസമാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞിട്ടൊന്നും ഇവൻ കേൾക്കുന്നൊന്നുമില്ല. ഭയങ്കര വെള്ളത്തിൽ കളിയും പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പം സെൽഫി എടുക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പോസ് ചെയ്ത് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ചിരിയും കളിയൊക്കെ ആയിട്ട്. പിന്നെ എന്നെ വെള്ളം തിറപ്പിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഭയങ്കര, പിന്നെ അവനൊരു പേടിയില്ലാണ്ടായി കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു രാത്രിയാകാറായി, വാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്താൽ വരുന്നില്ല. അപ്പം ഞാൻ കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കയറാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇവൻ വരുന്നില്ല. ഇവൻ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഇവനെ എങ്ങനെയെങ്കിലും എങ്ങനെയും വീട്ടിൽ കൊണ്ടുപോകും എന്നുള്ള ഡൗട്ടായി എനിക്ക്. കാരണം ഇവൻ എന്ത് ചെയ്തിട്ട് വരുന്നില്ല. നോക്കാം, എൻ്റെ കാലയെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. ഇവൻ വരുന്നുമില്ല, എന്നെ ഒട്ട് കയറാൻ വിടുന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ജോൺ അവിടെയുണ്ട്, നമുക്കതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിനക്ക് മഞ്ച് തരാം എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇവൻ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാനാണെങ്കിൽ കരയാനൊക്കെ തുടങ്ങി. വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാറിലും കൂവലൊക്കെ. അപ്പം എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ ഇറങ്ങി നോക്കുന്നു, ഇവൻ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്നൊക്കെ. ഇപ്പുറത്തുനിന്ന് ആൾക്കാർ ഒക്കെ നോക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അപ്പുറത്ത് നമുക്ക് കല്ലെടുത്തെറിയാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോന്നിട്ടുണ്ട്. അപ്പം എൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ഇവൻ വീട്ടിലേക്ക് വരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ അന്നേരത്തേനും കാർച്ച തുടങ്ങി. ഇവനാണ് ഭയങ്കര കാറല്, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് അവൻ വരുന്നില്ല. പിന്നെ അവൻ എന്നെ അടിക്കാനും ഞുള്ളി പറിക്കാനൊക്കെ തുടങ്ങി. ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങില്ല കേട്ടോ. ഞാൻ റോട്ടിൽ കയറി നിന്നു. അന്നേരത്തേനും കാറിലും പോലെ എന്നെ അടിക്കാനും ഞുള്ളി പറിക്കാനും മാന്തി പറിക്കാനൊക്കെ തുടങ്ങി. അന്നേരത്തേനും ഞാൻ പറഞ്ഞു ഇനിയിപ്പം വലിയ മൂപ്പന്മാർ വരും, നിന്നെ പിടിക്കാൻ വേണ്ടി അവർ വരും, ഇവർ വരും, കുറുക്കം വരും, പട്ടി ജെയിനിനെയൊക്കെ പട്ടി കടിച്ചു, അതുപോലെ പട്ടിയൊക്കെ വരും ഇപ്പം, അതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവനെന്ത് ചെയ്താൽ കേൾക്കുന്നില്ല. ലാസ്റ്റ് പട്ടീൻ്റെ ഇതിൽ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്നിട്ട് ഞാനവനെ ഒന്ന് കരച്ചിൽ മാറ്റാൻ വേണ്ടി ഒരു 2 മിനിറ്റും കൂടെ അവിടെ നിന്ന് കേട്ടോ. അവൻ 2 മിനിറ്റും കൂടെ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ജോണിൻ്റെ അടുത്തായിട്ട് പോയി. അവിടെ നമ്മുടെ സെസിലിയാൻ്റെയൊക്കെ ഉണ്ട്. സെസിലിയാൻ്റെയൊക്കെ ആയിട്ട് ഇവൻ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. സെസിലിയാൻ്റെക്ക് സംസാരിക്കാൻ പറ്റത്തില്ലാത്തതാണ്. നമ്മളെ കാണിക്കുന്നല്ലോ. നാളെ വരാന്ന് പറ. ആണ്ടാ അൻസേൻ്റെ വിളിക്കുന്നു, പോവാന്ന് പറ. രാത്രിയായിന്ന് പറ. അങ്ങനെ ഒരു വിധത്തിൽ ഇന്നത്തെ അംഗം കഴിഞ്ഞ് ഇവനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കേട്ടോ. രാത്രിയായി ആകാറായി ഏകദേശം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.